സർ, നമ്മൾ വയർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് എങ്ങനെ നല്ല വയർ നമ്മൾ സെലക്ട് ചെയ്യാമെന്ന്. സാറിൻ്റെ സജഷൻസ് എന്തൊക്കെയാണ് ആ വിഷയത്തിൽ? ആകെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള തൊലി, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കോപ്പർ. ഇപ്പോൾ ഓരോ വയറിൻ്റെ മുകളിൽ തന്നെ ബോക്സിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ആംബിയേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം തന്നെ ബോക്സുകൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ആംബിയർ ഇത് എടുക്കുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഇൻസുലേഷനാണ് രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത്. ഈ ഇൻസുലേഷൻ്റെ പിന്നെ ഒരു ആയുസ് എന്ന് പറയുന്നത് സാധാരണ ലെവലിൽ ഒരു 20 വർഷം. അപ്പോൾ നമ്മുടെ ഒരു വീടെന്ന് പറയുന്നത് ചിലപ്പം 50 വർഷമോ 40 വർഷമോ ഒക്കെ നിൽക്കുന്ന വീട്. തീർച്ചയായിട്ടും അല്ലേ? വയറുകൾ ചൂസ് ആയിക്കോണമെന്നില്ല. 20 വർഷത്തെ പിന്നെ ലൈഫുള്ള വയറുകൾ ഉണ്ട്. അപ്പോൾ അത് കംപ്ലൈൻറ്റ് ആവുകയും ബുദ്ധിമുട്ടാകുകയൊക്കെ ചെയ്യും. പക്ഷേ അപകടങ്ങൾ കൂടും, പിന്നെ കറണ്ട് ബില്ല് കൂടും, ആക്സിഡൻ്റൽ ഡെത്തുകൾ കൂടും, ഒക്കെ നമുക്ക് സംഭവിക്കാം. ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ആയുസ്സുള്ള വയറെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം EBM ടെക്നോളജി പോലുള്ള വയറുകൾ എടുക്കാം. അത് ഇൻസുലേഷൻ്റെ കേസിൽ ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള HRFR ഉള്ള വയറുകളൊക്കെ ഉണ്ട്. അത്തരം വയറുകൾ എടുക്കുക. ഇപ്പോൾ നമ്മളൊരു 10 ആംബിയർ വേണ്ട കൊടുത്ത് അതിൻ്റെ ഒരു 2.5 ടൈംസ് എങ്കിലും അതിന് ആംബിയർ എടുക്കുന്ന വയറെടുക്കുക. അപ്പം വയർ എന്താവില്ല, ഹീറ്റ് ആവില്ല. വയർ ഹീറ്റ് ആകുമ്പോഴാണ് ഈ ഇൻസുലേഷൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ MCB 4 വട്ടം ട്രിപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിൻ്റെ ക്വാളിറ്റി 4 വട്ടം നഷ്ടപ്പെട്ടു എന്നാണ് അറിയുന്നത്. അപ്പോൾ ആയുസ് ചിലപ്പോൾ വയറിൻ്റെത് 20 വർഷമുള്ളത് 15 വർഷമായി ചുരുങ്ങി.